വെൽക്കം ടു കോമ്പറ്റി ക്രാക്കർ. ഞാൻ പ്രകീഷ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി തലത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികയിൽ ഒരുപാട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് റിട്ടയർമെന്റുകൾ നടക്കുന്നു, ഒരുപാട് ലിസ്റ്റുകളുടെ കാലാവധി കഴിയുന്നു. അതിനെ തുടർന്നിട്ട് ഒരുപാട് അവസരങ്ങളാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി മേഖലയിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചു അല്ലേ? കൊമേഴ്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതുപോലെ സെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അവസരങ്ങളാണ് ഹയർ സെക്കൻഡറി അധ്യാപനത്തിൽ. നമുക്കറിയാം ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ചെറിയ തലത്തിൽ പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ഏതാണ്? ഹയർ സെക്കൻഡറി തലമാണ് അല്ലേ? നമുക്കറിയാം നമ്മൾ സാധാരണക്കാരെ പോലെ മറ്റുള്ള സബ്ജക്റ്റുകളെ പോലെ എൽ പിയിലേക്കോ യു പിയിലേക്കോ ഹൈസ്കൂളിലൊന്നും നമ്മുടെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നില്ല. കൊമേഴ്സ് സബ്ജക്റ്റുകൾ പഠിപ്പിച്ചു തുടങ്ങുന്നതിന് എവിടെ നിന്നാണ്? +1 തലം മുതൽ, ഹയർ സെക്കൻഡറി തലം മുതലാണ്. അപ്പോൾ നമുക്കൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് പഠിപ്പിച്ചു തുടങ്ങാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ഏതാണ്? ഹയർ സെക്കൻഡറി അധ്യാപക മേഖലയാണ്. ആ മേഖലയിലാണെങ്കിലോ നിരവധിയായ ഒഴിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒഴിവുകൾ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മികച്ച ജോലി, നമ്മുടെ സുരക്ഷിതമായ ജോലി എന്നൊരു സങ്കല്പത്തിലേക്ക്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ മറ്റൊരു സ്വാതന്ത്ര്യ ദിനത്തെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ് അല്ലേ? അപ്പോൾ നമുക്കും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ വേണ്ടി, സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സുരക്ഷിതമായ ജോലി എന്നുള്ള ലക്ഷ്യം നിങ്ങൾ തിരിക്കേണ്ടി അതൊരു വലിയ അവസരമാണ് ടീം കോമ്പറ്റി ക്രാക്കർ നിങ്ങൾക്ക് ഒരുക്കുന്നത്. എന്താണ് അവസരം എന്ന് ഞാൻ അവസാനം പറയാം. നമുക്ക് എന്തൊക്കെയാണ് ഒരു കൊമേഴ്സ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള അടുത്ത വരാൻ പോകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. നോക്കി നോക്കുക, Nvhse GFC കോഴ്സ്, അതായത് Nvhse നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടിയിട്ട് GFC നമുക്കറിയാം ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞൊരു അധ്യാപക തസ്തിക വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഒക്ടോബർ 4-ാം തീയതിയാണ്. ഒക്ടോബർ 4-ാം തീയതിയാണ് അതിന്റെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി. ഇപ്പോൾ ഒക്ടോബർ 4-ാം തീയതി എക്സാമിനേഷൻ. അപ്പോൾ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ നമുക്ക് ഇതിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തവരെ സംബന്ധിച്ച് നമുക്ക് എക്കണോമിക്സർക്ക് അപ്ലൈ ചെയ്യാം, കൊമേഴ്സർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്ക് എന്ന് പറയുന്ന കോഴ്സ് എടുത്തവരെ സംബന്ധിച്ചൊക്കെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മേഖല. അപ്പോൾ കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അവർക്ക് ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ് എന്ത്? ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം VHSലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. ആ കോഴ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ അപ്ലൈ ചെയ്യാനുള്ള കഴിഞ്ഞു. അതിന് ഒക്ടോബർ 4-ാം തീയതി എക്സാമിനേഷൻ നടക്കണം. അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിലടക്കം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സിലബസ് ആണ് അതിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എക്കണോമിക്സ് എന്നും ബാങ്കിങ് എന്നും അതുപോലെ കോർപ്പറേഷൻ വരുന്ന ഒരു സബ്ജക്ട് ഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ജനറൽ പേപ്പർ എന്ന് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി ഒരു സബ്ജക്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് Nvhse ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. അതിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന എന്താണ്? ഒക്ടോബർ 4-ാം തീയതി. അപ്പോൾ ഒരു അവസരം നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കൊമേഴ്സ് ഉദ്യോഗത്തെ സംബന്ധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് HST കൊമേഴ്സ് ആണ് അല്ലേ? HST കൊമേഴ്സ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് ഏകദേശം ഏപ്രിൽ മാസം വരെ നിലനിൽക്കുന്ന, അടുത്ത വർഷം ഏപ്രിൽ വരെ നിലനിൽക്കുന്നതാണ്. പക്ഷേ അവിടെ ഒരുപാട് റിട്ടയർമെന്റുകൾ വരുന്നുണ്ട്, ഒരുപാട് ഫ്രഷ് അപ്പോയിന്റ്മെന്റ്സിന് സാധ്യത നമ്മൾ കാണുന്നതുകൊണ്ട് തന്നെ ഈ വർഷം ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും HST കൊമേഴ്സിന്റെ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നു. നമുക്ക് നിലവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് അതിന്റെ പിന്നാലെ. കാരണം അത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത്, കാരണം Nvhse കൊമേഴ്സിന് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഒഴിവുകൾ എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നമ്മൾ വിശ്വസിക്കുന്നു. HST കൊമേഴ്സിൽ ഒഴിവുകൾ വരുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിവുകളുമായിട്ടാണ് ഈ ഒരു അവസരം വരുന്നത്. ആ അവസരം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഉപയോഗിക്കണം. അപ്പോൾ ഈ ഒരു വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? HST കൊമേഴ്സ് വിജ്ഞാപനം പ്രതീക്ഷിക്കാം. ഒരുപാട് റിട്ടയർമെന്റുകൾ നടക്കുന്നു, ഒരുപാട് പുതുതായിട്ട് ഒഴിവുകൾ വരുന്നു, ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികകൾ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് ഒഴിവുകളൊക്കെ വരുമ്പോൾ അത് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. ഇതിന് പുറമെ വരുന്ന ലെക്ചർ പോസ്റ്റുകളിലേക്ക് വരുന്ന എക്സാമിനേഷൻസ് കൊമേഴ്സ് പലപ്പോഴും അറിയാം HST കൊമേഴ്സിന് അതേ സിലബസിൽ തന്നെ വരുന്ന ലെക്ചർ എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ എക്സാമിനേഷൻസ് മുഴുവനായിട്ടും കറക്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് GFCയിൽ മാത്രമാണ് കുറച്ച് സബ്ജക്റ്റുകൾ ഇപ്പോൾ വ്യത്യാസങ്ങൾ വരുന്നത്. മറ്റ് ലെക്ചർ കൊമേഴ്സ് എക്സാമിനേഷൻസ് ഒക്കെയുടെ ജനറൽ രീതിയിലുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരേ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കൊമേഴ്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തൊഴിലവസരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളാണ് വരുന്നത്. ഈ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി വിനിയോഗിക്കപ്പെടണം. നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ കൃത്യമായ ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഘോഷങ്ങൾക്കിടയിൽ നോക്കി നോക്കൂ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്ക് സ്വന്തമായ ഒരു ഭരണഘടന, സ്വന്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഓരോ മനുഷ്യനും ഇൻഡിവിജ്വൽ ആഗ്രഹിക്കുന്നത് അല്ലേ? നമുക്ക് സ്വന്തമായ സുരക്ഷിതമായ ഒരു ജോലി വേണം, സ്വന്തമായ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വേണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അധ്യാപന ജോലികൾക്ക് പ്രത്യേകത എന്താ നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്ന വില എത്ര നമുക്ക് കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി തലത്തിലെ മുകളിലുള്ള അധ്യാപകർക്കൊക്കെ നല്ല പേ സ്കെയിലും സുരക്ഷിതമായ ജോലിയും അതുപോലെ തന്നെ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ലഭിക്കുന്ന ജോലികളാണ്. അപ്പോൾ അത് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി
സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ടീം കോമ്പറ്റീവ് ക്രാക്കർ നിങ്ങൾ അങ്ങനെ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തിരുന്നു പറയാം. എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഗസ്റ്റ് 15 നമുക്കറിയാം നമ്മുടെ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലേക്ക് കിടക്കണം. ആ സമയത്ത് 15% കോഴ്സ് ഫീസ് ഇളവാണ് നമുക്ക് ലഭിക്കുന്നത്. 15% ഫീസ് ഇളവ് ലഭിക്കുന്നത്. ഏത് കോഴ്സുകൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച Nvhse GFC കോഴ്സുകൾക്കും അതുപോലെ HST കൊമേഴ്സിനും എന്താണ് 15% വരെ ഫീസ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ് ടു 15%. ഓഗസ്റ്റ് 15 ഒരു ഓഫർ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള നിങ്ങളുടെ യാത്ര വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മൾ എന്താണ്, നമ്മുടെ ജോലി നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലേ ഒരു സുരക്ഷിതമായ ജോലി. ആ ജോലിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ടീം കോമ്പറ്റീവ് ക്രാക്കർ നിങ്ങളെ മുന്നിൽ വെക്കുന്ന ഒരു ഓഫറാണത്. 15%, 15% വരെ എന്താണ് കോഴ്സ് ഓഫർ ലഭിക്കുന്നു. ഈ ഓഫർ ലഭിക്കുന്നത് Nvhse GFC കോഴ്സുകൾക്കും അതുപോലെ തന്നെ HST കൊമേഴ്സ് കോഴ്സുകൾക്കുമാണ്. ഈ ഒരു അവസരം കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മികച്ചൊരു ജോലി സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളറിയാം കോമ്പറ്റീവ് ക്രാക്കിന്റെ ക്ലാസ്സുകൾ പ്രത്യേകം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാംസും വീക്ക്ലി എക്സാമിനേഷൻ, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം അടക്കം വലിയൊരു പാക്കേജ് നിങ്ങൾക്ക് ഇതിലൂടെ സ്വന്തമാക്കാം. പ്രത്യേകിച്ചും GFC എക്സാമിനേഷൻ ഒക്ടോബർ 4 എക്സാമിനേഷൻ വരെയാണ്. വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിൽ സമയമുള്ളൂ. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സും ലൈവ് പ്രോഗ്രാംസും കണ്ട് വളരെ മികച്ച രീതിയിൽ പഠിച്ച് വലിയൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ബോർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 8589083568 എന്ന നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പം മടിക്കേണ്ട, എത്രയും പെട്ടെന്ന് കോൾ ചെയ്യുക. 15% ഓഫറോടുകൂടി എന്ത് ചെയ്യുക? കൃത്യമായി കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഹയർ സെക്കൻഡറി തലത്തിൽ ഒരുപാട് ഒഴിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കൊമേഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ആ ഒഴിവുകൾ അനുസരിച്ച് കൃത്യമായി ചിട്ടയായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയത്തിലേക്കാൻ പറ്റും. ആ വിജയത്തിന് ആരുണ്ടായിരിക്കും? എപ്പോഴും ടീം കോമ്പറ്റീവ് ക്രാക്കർ ഉണ്ടായിരിക്കും. കൊമേഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.